ഇപ്പോൾ ഇതൊരു വലിയ വാർത്ത തന്നെ പുറത്തു വരികയാണ്. അതായത് ബലൂചിസ്ഥാൻ സേന, നമുക്കറിയാം പാകിസ്ഥാനെ കിടുകിട വിറപ്പിക്കുന്ന ബലൂചിസ്ഥാൻ സേന അവരുടെ കയ്യിൽ കുറച്ച് IED-കൾ വെച്ചാണ് അവർ ആദ്യം പോരാട്ടം തുടങ്ങിയത്. അതിനുശേഷം അവരുടെ കയ്യിൽ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രോണുകൾ എത്തിയെന്ന് പാകിസ്ഥാൻ പറയുകയുണ്ടായി. ഇപ്പോൾ ഇത് ബലൂചിസ്ഥാൻ സേന നാവികസേനയായി മാറുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. നാവികസേനയായി മാറുന്നു എന്നുള്ളതല്ല, പാക് നാവികസേന കപ്പലിന് നേരെ ഇവർ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ സജീവമായ ഒരു വിമത സംഘടനയായിട്ടുള്ള ബലൂച്ച് ലിബറേഷൻ ആർമി വീണ്ടും പാകിസ്ഥാൻ സർക്കാരിന്റെ ആശങ്കകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സർക്കാരിന്റെ ആശങ്കകൾ എന്താണെന്ന് പറഞ്ഞാൽ, ബലൂചിസ്ഥാനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കാൻ BLA ആഗ്രഹിക്കുന്നു. അതിനാൽ അവരുടെ പോരാളികളും പാകിസ്ഥാൻ സൈനികരും തമ്മിൽ പതിവായി ഏറ്റുമുട്ടൽ ഉണ്ടാകാറുണ്ട്. ഇതുവരെ BLA കൂടുതലും കര ഓപ്പറേഷനുകൾ നടത്തിയിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ BLA സ്വന്തം നാവികസേന സൃഷ്ടിച്ചുകൊണ്ട് കടലിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗ്വാദ്വർ പ്രദേശത്ത് ഒരു പാകിസ്ഥാൻ കപ്പലിനെ ആക്രമിച്ചുകൊണ്ട് അവർ ആദ്യത്തെ നാവിക ഓപ്പറേഷൻ നടത്തി 3 പാകിസ്ഥാൻ സൈനികരെ വധിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹമ്മൽ മാരിടൈം ഡിഫൻസ് ഫോഴ്സ് എന്ന പേരിൽ ഒരു നാവികസേന രൂപീകരിച്ചതായും ഗ്വാദ്വർ മേഖലയിൽ തങ്ങളുടെ ആദ്യ നാവിക പ്രവർത്തനം നടത്തിയതായും ബലൂച്ച് ലിബറേഷൻ ആർമി അവകാശപ്പെട്ടു. ചില വീഡിയോകളും അവർ പങ്കുവച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു ദേശീയ തലത്തിലുള്ള നാവികസേന രൂപീകരിച്ചു. ബലൂച്ചിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും കടലിലെ ശത്രു പ്രവർത്തനങ്ങൾ തടയുന്നതിനുമാണ് ഞങ്ങൾ ഈ നാവികസേന രൂപീകരിച്ചത് എന്ന് BLA അവകാശപ്പെടുന്നു. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഗ്വാദ്വർ ജില്ലയിലെ ജിവാനി പ്രദേശത്താണ് ഞങ്ങളുടെ നാവികസേന ആദ്യ ഓപ്പറേഷൻ ആരംഭിച്ചത്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കടലിൽ പട്രോളിംഗ് നടത്തുകയായിരുന്ന ഒരു പാകിസ്ഥാൻ കപ്പലിനെ ഞങ്ങൾ ആക്രമിച്ചു. അതിൽ 3 പാക് സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് BLA വക്താവ് സിയാൻ ബലൂച്ച് പറഞ്ഞു. സിയാൻ ബന്ദർ ഒമാൻ ഉൾക്കടലിലെ ഒരു നഗരം എന്ന നിലയിലും വാണിജ്യ തുറമുഖം എന്ന നിലയിലും അറിയപ്പെടുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും പാകിസ്ഥാൻ സർക്കാരിന് BLA കനത്ത വെല്ലുവിളിയും വലിയ മുന്നറിയിപ്പുമാണ് നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക്.